സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്റർ എല്ലാ കുട്ടികളെ സംബന്ധിച്ച് നല്ല ടഫായ ഒരു ചാപ്റ്ററാണ്. ശരിക്കും കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഇവിടെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് എ ലൈൻ. ഒരു ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിന്റെ പാരലൽ ലൈനിന്റെ സ്ലോപ്പ് എഴുതാം, എങ്ങനെ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് എഴുതാം എന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ സ്ലോപ്പ്, ഒറിജിനൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞാൽ -3/2 ആണ്. അങ്ങനെയാണെങ്കിൽ പാരലൽ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തന്നേക്കുന്ന സ്ലോപ്പ് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ആ പാരലൽ ലൈനിന്റെ സ്ലോപ്പ് m1 എന്ന് കൊടുത്താൽ ഈ -3/2 തന്നെയായിരിക്കും. അതായത് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ m1 = m2 ആണ്. ഇപ്പൊ പാരലൽ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കുന്ന സ്ലോപ്പ് എന്താണോ അത് സെയിം എടുത്ത് എഴുതിയാൽ മതി. പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ m2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സൈൻ ആദ്യം ഓപ്പോസിറ്റ് ആക്കണം. മൈനസ് എന്നുള്ളത് പ്ലസ് ആകും, നമ്പർ ഓപ്പോസിറ്റ് ആക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ആകും. ഇപ്പൊ പാരലൽ എന്ന് പറഞ്ഞാൽ സെയിം സ്ലോപ്പും, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമ്പറും സൈനും ഓപ്പോസിറ്റ് ആക്കിയ നമുക്ക് പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പുമായി. കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായ മാത്സ് വളരെ ഈസിയായി കുട്ടികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റാർട്ട് ചെയ്ത ഒരു ലേണിംഗ് ആപ്പാണ് ക്ലാസ്സോറ. ടെസ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും ബേസിക് കൺസെപ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അടങ്ങിയ 500ഓളം ലൈവ് റെക്കോർഡഡ് വീഡിയോ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും കുട്ടികൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്.